ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു chinnustastebuds. ഇന്ന് ഞാൻ ക്യാരറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാരറ്റ് വിളയിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്യാരറ്റ് വിളയിച്ചത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യമേ തന്നെ ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 50 ഗ്രാം കാഷ്യൂസ് ചേർത്ത് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത്, കാഷ്യൂ നട്ട്സും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 50 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കാഷ്യൂസിൻ്റെ നിറം ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് 50 ഗ്രാം ഉണക്കമുന്തിരി, ബ്ലാക്ക് റൈസിൻസ് ആണ് ചേർക്കേണ്ടത്. ഉണക്കമുന്തിരിയാണ് ചേർക്കേണ്ടത്. പിന്നെ ഒരു 6 ഈന്തപ്പഴം ഒന്ന് നീളത്തിലൊന്ന് കുരു കളഞ്ഞ് ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർക്കാവുന്നതാണ്. വേണമെങ്കിൽ ഇതിൽ ബദാമോ പിസ്തയോ അങ്ങനെ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് മുന്തിരി എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ലൊരു കളർഫുൾ ആവാൻ വേണ്ടിയാണ് ബ്ലാക്ക് റൈസിൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു പാകത്തിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ ബാക്കിയുള്ള എണ്ണയിലേക്ക് 1/2 കിലോ ക്യാരറ്റ് നല്ല തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഗ്രേറ്ററിൽ വെച്ച് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ എണ്ണയിൽ ഈ ക്യാരറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പ്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പഞ്ചസാരയും ക്യാരറ്റും കൂടെ നന്നായിട്ടൊന്ന് ഈ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പഞ്ചസാര നമ്മൾ ചൂടായി വരുമ്പോഴേക്കും പഞ്ചസാര മെൽറ്റാവും. അപ്പോൾ ഇനി ആ പഞ്ചസാരയുടെ വെള്ളം, പഞ്ചസാരയുടെയും ക്യാരറ്റും കൂടെ വെന്ത് വരുമ്പോൾ ആ വെള്ളം വറ്റി കിട്ടുന്നതാണ് ഇതിൻ്റെ പാകം. ഇപ്പോൾ കാണുമ്പോൾ അറിയാം കുറച്ചുകൂടെ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും പഞ്ചസാരയുടെയും ക്യാരറ്റിൻ്റെയൊക്കെ വെള്ളം അതിൽ നിന്ന് വരും. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴേ നമ്മുടെ ഈ ക്യാരറ്റ് വിളയിച്ചത് റെഡിയായി വരുള്ളൂ. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി. അപ്പോൾ ഒരു ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചിരകിയത് അല്ലെങ്കിൽ ഡെസ്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാനിവിടെ സാധാരണ തേങ്ങ ചിരകിയത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇനി ഈ ക്യാരറ്റിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി ആ ക്യാരറ്റും തേങ്ങയും കൂടെ കിടന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് റെഡ് ഫുഡ് കളറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കളറ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടെ നല്ലൊരു കളർഫുൾ ആവാൻ വേണ്ടി കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കളറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് വിളയിച്ചത് നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് ശരിക്കും നല്ല ഡ്രൈ ആയിട്ട് വരുന്ന ആ പാകം വരെ ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ക്യാരറ്റ് ഹലുവയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് അതിനേക്കാളും എളുപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടോടുകൂടിയോ അല്ലെങ്കിൽ തണുപ്പിച്ചിട്ടോ ആണെങ്കിലോ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് തയ്യാറാക്കാനും വളരെ എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.